മനുഷ്യ വന്യജീവി സംഘർഷം മുൻപില്ലാത്ത വിധം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. അതിനിടെയാണ് കുട്ടമ്പുഴ ക്നാച്ചേരിയിലെ എൽദോസ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലാണ് ഈ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ. വനം വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഈ നാട്ടുകാർ. കാണേണ്ടവരോടും കേൾക്കേണ്ടവരോടുമൊക്കെ നേരത്തെ തന്നെ ഇന്നാട്ടുകാർ പറഞ്ഞതാണ്. ആന മനുഷ്യൻ്റെ ജീവനെടുക്കും, അതുവരെ കാത്തിരിക്കരുതെന്ന്. പക്ഷേ ആരും കണ്ടില്ല, ആരും കേട്ടതുമില്ല. ആനയെയും വന്യമൃഗങ്ങളെയും കാണാത്തവരല്ല കുട്ടമ്പുഴക്കാർ. വീട്ടുമുറ്റത്തും വഴിവക്കിലുമെല്ലാം ഒറ്റയ്ക്കും കൂട്ടമായും അവയെത്താറുണ്ട്. കുട്ടമ്പുഴയ്ക്കപ്പുറം ഉരുളൻ തണ്ണി മുതൽ ക്നാച്ചേരി വരെയുള്ള 2 കിലോമീറ്ററോളം ദൂരം കൊലവഴിയാണ്. സ്കൂൾ കുട്ടികളും തൊഴിലാളികളും അടങ്ങുന്ന പ്രദേശവാസികളെ ആന തലങ്ങും വിലങ്ങും ഇവിടെയിട്ട് ഓടിച്ചിട്ടുണ്ട്. വനം വകുപ്പിനോട് പരാതി പറഞ്ഞാലും പരിഹാരമില്ലാത്തതിനാൽ ആ കൊലവഴി തന്നെ ഇന്നാട്ടുകാർ ഉപയോഗിച്ചു പോന്നു. അതുപോലൊരു യാത്രയിലാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമായ എൽദോസിന്റെ ജീവൻ കാട്ടാന കവർന്നത്. സിനിമയിലിറങ്ങും നമ്മുടെ വീണ്ടും പുറകിലൊക്കെ വരുന്ന ഇവിടെ നമുക്ക് തെങ്ങൊക്കെ ഇടാൻ അതൊക്കെ നശിപ്പിച്ചു ആന. ഇത് ഇവിടെയൊക്കെ എപ്പോഴും വരുന്ന ആന. ഇന്നലെ എൽദോസ് നടന്നു പോകുമ്പോഴും ഇതുപോലെ ഈ ചോലയിൽ പതുങ്ങി നിന്ന ആന റോഡിലേക്ക് ഇറങ്ങി എൽദോസിനെ എടുത്ത് എറിയുകയാണ് ഉണ്ടായത്. ആനയുടെ പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 9 വർഷമായിട്ടുള്ളൂ. വനനിയമം കൂടുതൽ ശക്തമായപ്പോൾ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി. 6 മണി കഴിഞ്ഞാൽ ക്നാച്ചേരിയിലേക്കുള്ള വനപാത കൂരിരുട്ടിൽ മുങ്ങും. കൈവശം ടോർച്ചുണ്ടെങ്കിൽ പോലും മുൻപിലുള്ളത് കാണാത്തത്ര കുറ്റാക്കുറ്റിരുട്ട്. കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കാട്ടാന മനുഷ്യ സാന്നിധ്യം കണ്ടാൽ അക്രമകാരിയാകും. ഇത് തടയാൻ റോഡിനിരുവശവും ആഴത്തിൽ ട്രഞ്ച് കുഴിക്കുകയാണ് ഒരു മാർഗം. കാല് പിടിച്ചു പറഞ്ഞിട്ടും കേണപേക്ഷിച്ചിട്ടും നടക്കാതിരുന്ന കാര്യം എൽദോസിന്റെ ജീവൻ കൊടുത്ത് നേടേണ്ടി വന്നു. ക്നാച്ചേരിയിൽ ഏതാണ്ട് 10-65 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന പൊതുവഴിയാണിത്. ഈ വഴി ഇരുവശവും വലിയ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വൈദ്യുതി പോസ്റ്റുകളിൽ ദൈവം സഹായിച്ച് ഒരെണ്ണത്തിൽ പോലും പഞ്ചായത്തോ KSEBയോ ഒരു തെരുവുകളൊക്കെ പോലും ഇട്ടിട്ടില്ല. ഇവിടെ വന്ന് പറമ്പിൽ കയറിയുള്ള തെങ്ങും വാഴയും എല്ലാം നശിപ്പിച്ച് പുള്ളി പകലാകുമ്പോൾ ഇറങ്ങി പോകും. ഇവിടെ മാറി നിൽക്കും. ഉരുളൻ തണ്ണിയിൽ നിന്നും ക്നാച്ചേരിയിലേക്ക് പോകുന്ന വഴിയിൽ വഴിവിളക്കുകൾ വന്നാൽ പകുതി പ്രശ്നം തീരും. നല്ല വെളിച്ചമുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ ഇതുവഴിയുള്ള സഞ്ചാരം ഒഴിവാക്കും. ആനയോ വന്യമൃഗങ്ങളോ മറഞ്ഞിരുന്നാലും വഴി ഉപയോഗിക്കുന്നവർക്ക് വേഗം കാണാം. പക്ഷേ വൈദ്യുത വിളക്കുകൾ തെളിക്കുന്നത് മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന പേരിൽ വനം വകുപ്പ് തടസ്സം നിൽക്കുകയാണ്. 1.5-2 കിലോമീറ്ററോളം ദൂരം ജീവൻ കയ്യിൽ പിടിച്ചു വേണം ക്നാച്ചേരിയിലെ 65-ലേറെ വരുന്ന പാവങ്ങൾക്ക് വീട് പിടിക്കാൻ. കോതമംഗലത്തും മറ്റു സ്ഥലങ്ങളിലും പണിക്ക് പോകുന്നവർ മുഴുവൻ തിരികെ എത്താൻ 6 മണിയെങ്കിലും കഴിയും. ഇങ്ങോട്ട് ഞങ്ങളൊരു 6 മണി കഴിഞ്ഞാൽ പിന്നെ വരില്ല. കാരണം ഇങ്ങോട്ട് വന്നു വെച്ചാൽ പിന്നെ നമുക്ക് തിരിച്ചുമ്പോൾ തന്നെയല്ലേ ഉള്ളൂ. സന്ധ്യാമത്തെ ആന ഇറങ്ങും. ഇവിടെ ഇത് നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പ്രേതാലയങ്ങൾ പോലെ ക്നാച്ചേരിയിൽ വന്നു നോക്കിയാൽ ഇതുപോലത്തെ നിരവധി വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവയൊക്കെ തന്നെ ഏതാണ്ട് കുറേയധികം നാളുകൾക്ക് മുൻപ് ആനപ്പകയിൽ ഭയന്ന് ഉറച്ച് ജീവിച്ച് ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് ഇവിടം വിട്ടു പോയവരുടേതാണ്. എത്ര കണ്ട് കൃഷി ചെയ്താലും സാധാരണ ഫെൻസിങ് ഇട്ടാലും ആന ഇറങ്ങി കൃഷി നശിപ്പിക്കും. കൃഷിക്കായി ഇറക്കിയ പണം മുഴുവൻ നഷ്ടം. ഇതുപോലെ എത്രയോ മരണങ്ങൾ, ഈ നഗരത്തെ തന്നെ വിറപ്പിച്ച പ്രതിഷേധങ്ങൾ, DFO ഓഫീസിന് മുൻപിലെ ഘോരഘോര പ്രസംഗങ്ങൾ. എന്നിട്ടും വന്യജീവി ശല്യം, വന്യജീവികളുടെ ആക്രമണം നിർബാധം തുടരുകയാണ്. ശാശ്വതമായ പരിഹാരം ഇനിയും അകലെ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. ക്യാമറാമാൻ നിഖിലിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കുട്ടമ്പുഴയിലെ ജനങ്ങൾ ജീവിക്കുന്നത് വന്യമൃഗ ഭീതിയിലാണ്. അവരുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എപ്പോഴുണ്ടാകും എന്ന ഒരു സൂചനകളും ഒരു വിവരവുമില്ല. ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാമെന്ന ആശങ്ക ആ നാട്ടുകാർക്കുണ്ട്. അവർ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്.
ഈ വഴിയിലൂടെ ഒത്തിരി പേര് യാത്ര ചെയ്യുന്നതാണ്. ഒരു 100 കുടുംബങ്ങളോളം ഈ വാർഡില്ല ഈ സൈഡിൽ തന്നെ താമസിക്കുന്നതാണ്. അവരുടെ യാത്ര ആശ്രയ ഈ വഴിയാണ്. കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് നടന്നല്ല വരുമ്പോൾ പലപ്പോഴും നാളെ ഇവിടെ ഒരു കുട്ടി കണ്ടിട്ട് കുട്ടി ആദ്യം കാണുന്ന ആനെ എന്നിട്ട് എല്ലാവരും അറിയുകയും ചെയ്തത് ഭയങ്കര ഭീഷണിയാണ്. ഇതൊരു ഭയങ്കര വിഷയമാണ്. കാരണം ഒന്നായി ഇരുണ്ട് കിടക്കുന്ന കാടിന്റെ ഒരു നിഗൂഢതയെല്ലാം ഉണ്ട്. അതുകൊണ്ട് വെട്ടം ഇല്ലെങ്കിൽ വൈകിട്ട് ഭയങ്കര പാടാം. മഴയും കൂടെ ഉണ്ടെങ്കിൽ ആശങ്ക എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇവരെ ഇറക്കി വിടുന്ന ഞങ്ങൾ പോകും ഇറങ്ങി തന്നെ. ഇനി ആന കൊന്നുകളയൊന്നും അറിയത്തില്ല. ഇപ്പൊ ആ ഒരു ഭീഷണിയില്ല. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ 2 വർഷമായിട്ടേ ഉള്ളൂ. അല്ലെ ആന അതിലെയൊക്കെ കയറി പോവുകയുള്ളായിരുന്നു. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ഭയങ്കര രൂക്ഷമായ കാട്ടാനശല്യമാണ്. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒരു മെയിൻ പ്രശ്നമാണ്. പല പ്രാവശ്യം പഞ്ചായത്തിൽ ഞങ്ങൾ അപേക്ഷകൾ കൊടുക്കുകയും പഞ്ചായത്തിലെ അധികാരികളോട് പറയുകയും ചെയ്തിട്ട് ഇത് പുനഃസ്ഥാപിച്ചിട്ട് ഇങ്ങനെ ആന ശല്യമാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം വിശ്വസിച്ച് എങ്ങനെ കിടന്നിറങ്ങും. നമ്മളാണെങ്കിൽ എങ്ങോട്ടല്ലേ ഓടി രക്ഷപ്പെടാം. വീട്ടിലുള്ള പിള്ളേരെ ആയിട്ട് നമുക്ക് ഓടാൻ പറ്റുമോ? പിള്ളേരെ ഉറങ്ങി കിടക്കുന്ന പിള്ളേരെ എടുത്തോണ്ട് ഓടാൻ പറ്റുമല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും നടപടി എടുക്കുമെന്നല്ലേ ഉള്ളൂ. ഇത് കുട്ടമ്പുഴയിലെ കാഴ്ചയാണ്. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇടുക്കിയിലേക്ക് പോയാൽ അവിടെ പലയിടത്തും സമാനമായ പ്രശ്നങ്ങളുണ്ട്. അവിടെ തൊപ്പിപ്പാള മറ്റപ്പള്ളി എന്ന സ്ഥലത്ത് ഏതാണ്ട് ഇതിന് സമാനമാണ് സാഹചര്യം. കാട്ടാനശല്യം അതിരൂക്ഷമാണ് അവിടെയും. തെരുവ് വിളക്കുകൾ ഇല്ലാത്തതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ റോഡിൽ ഇറങ്ങുന്ന കാട്ടാനയെ തൊട്ടടുത്തെത്തുമ്പോഴാണ് ആളുകൾ കാണുന്നത്. ഒരുപക്ഷെ ആ സമയമാവുമ്പോഴേക്കും അത് ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പകൽ സമയത്തും ഇപ്പോൾ ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. പ്രദേശവാസികളെ സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതത്തോട് അതിർത്തി പങ്കിടുന്ന കാഞ്ചിയാർ പഞ്ചായത്തിലെ മറ്റപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണിത്. 100-ലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. ഞാൻ ഈ നിൽക്കുന്ന റോട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ്. നമ്മുടെ കുട്ടമ്പുഴയിലെ എൽദോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട അതേ സാഹചര്യം ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഇലക്ട്രിക് പോസ്റ്റുകളിലൊന്നും തന്നെ വഴിവിളക്കുകൾ തെളിയുന്നില്ല. ഈ റോഡിൽ അങ്ങിങ്ങായി ഒരു ലൈറ്റും തെളിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അത് ഈ റോട്ടിൽ ഒരു ആന നിന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇടുക്കി വന്യജീവി സങ്കേതത്തിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണെങ്കിലും സമീപ നാളുകളിലാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. 3 ആനകളുടെ ശല്യമാണിപ്പോൾ സ്ഥിരമായി അനുഭവപ്പെടുന്നത്. രാത്രി ഉറക്കമുളച്ച് ഇവയെ ഓടിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. 3 വർഷമായിട്ടാണ് ഇതുപോലെ രൂക്ഷമായിട്ട് കാട്ടാന ശല്യം തുടങ്ങിയത്. ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. ഇന്നലെ ഒരു 9 മണിയായപ്പോൾ ഈ റോട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇവിടുത്തെ കുട്ടികളൊക്കെ ട്യൂഷന് പോയിട്ട് വരുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ 8:15, 8:30 സമയങ്ങളിലാണ്. ആ സമയത്ത് എൻ്റെ കൊച്ചൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റോട്ടിൽ ആന കണ്ടത്. അതിനുശേഷം മേളിലോട്ട് കയറിയിട്ട് 3:30 വരെ ഈ മേളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്തെ പറമ്പിൽ കയറി വാഴയൊക്കെ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശവാസിയായ മേരിക്കുട്ടി വീടിന് മുൻപിലെ റോഡിലേക്കൊന്നിറങ്ങി. ടോർച്ച് അടിച്ചു നോക്കുമ്പോഴാണ് തൊട്ടടുത്ത് കാട്ടാന നിൽക്കുന്നത്. നിലവിളിച്ച് വീടിനുള്ളിലേക്ക് ഓടിക്കയറിയതിനാൽ രക്ഷപ്പെട്ടു. 9 മണി കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഒച്ചയും ഉടുക്കിയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇറങ്ങി ഒന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് പെരക്കകത്ത് കയറിയിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി വന്നു വെച്ചിട്ട് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ആന ഇവിടെ നിൽക്കുന്ന കാണുന്നത്. മുറ്റ റോഡിൽ കയറിയില്ല, വീടിൻ്റെ പിന്നെ വലയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ആനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പെരക്കകത്ത് പെട്ടെന്ന് കയറി കഥ കടച്ചിട്ട് ആൾക്കാരെ ഫോണിൽ കൂടെ ആൾക്കാർ വിളിക്കുമായിരുന്നു. മിക്കവാറും ഇവരെ ഇറക്കി വിടുന്ന ഞങ്ങൾ പോകും ഇറങ്ങി തന്നെ. ഇനി ആന കൊന്നുകളയൊന്നും അറിയത്തില്ല. ഇപ്പൊ ആ ഒരു ഭീഷണിയില്ല. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ 2 വർഷമായിട്ടേ ഉള്ളൂ. അല്ലെ ആന അതിലെയൊക്കെ കയറി പോവുകയുള്ളായിരുന്നു. തെരുവ് വിളക്കുകൾ കൃത്യമായി തെളിഞ്ഞാൽ രാത്രിയിൽ റോഡിൽ ആന നിൽക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. എന്നാൽ കാഞ്ചിയാർ പഞ്ചായത്ത് അതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യത്തിന് പഞ്ചായത്ത് അധികൃതർ നാട്ടുകാർക്ക് നൽകിയ മറുപടിയും വിചിത്രമാണ്. വഴിവിളക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മെമ്പർ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിലും മെമ്പർ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം നിങ്ങളൊരു പണി ചെയ്യുക, വീട്ടിൽ നിന്ന് ഒരു ബെയർ വലിച്ച് വഴിയിലൊരു ബൾബിടാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞേച്ച് മെമ്പർ പോയി. അപ്പം നമുക്ക് ഞാൻ അങ്ങനെ ഒരു 1-2 മാസത്തോളം നമ്മുടെ വീടിൻ്റെ വാതിക്കൽ പിന്നെ ലൈറ്റ് ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ എന്നിപ്പോൾ നമുക്ക് അങ്ങനെ ലൈറ്റ് ഇടാൻ പറ്റിയല്ലോ. ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു ശല്യം കുറഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ലൈറ്റ് എല്ലാം അഴിച്ച് മാറ്റി. പിന്നെ ഇതുപോലെ രൂക്ഷമായിട്ട് അപ്പോൾ ഇതിന് മുമ്പേ ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ വെളുപ്പിനെ ഒരു 7 മണിയായപ്പോൾ നമ്മുടെ ജെണ്ടായുടെ വാതിൽ നിൽക്കാനാണ്. അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി കടയ്ക്ക് പോകാനായിട്ട് വന്നപ്പോൾ ചേച്ചിയാണ് ഇതിനെ കണ്ടത്. 7 മണിയായപ്പോൾ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്നത് ജെണ്ടായുടെ വാതിൽ. ജനവാസ മേഖല പങ്കിടുന്ന പ്രദേശത്തോട് ചേർന്ന് കിടങ്ങ് കുഴിച്ച് ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണം. നടപടികൾ വൈകിയാൽ കാട്ടാന ആക്രമണം അതിരൂക്ഷമാകും.
ആനകൾ നശിപ്പിക്കുന്ന കൃഷിയുടെ കണക്കെടുക്കാതെ മനുഷ്യജീവന് വില കൽപ്പിച്ചുള്ള നടപടിയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നാട്ടുകാരുടെ ഈ ദുരിത ജീവിതം ഇങ്ങനെ തന്നെ തുടരും. മനുഷ്യജീവന്റെ വില വെറും 10 ലക്ഷം രൂപ മാത്രമല്ല എന്നുകൂടി ഓർക്കണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. സാജു ലാൽ എന്ന പ്രേക്ഷകൻ ഇപ്പോൾ പറയുകയാണ്, വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം വനം വകുപ്പ് എത്തിച്ചു നൽകിയാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മനുഷ്യരെ പോലെ വന്യജീവികളും അവിടെ ജീവിക്കേണ്ടവയാണ്. രണ്ടു കൂട്ടരും ഇവിടെ ആവശ്യമാണ്. അതിനുള്ള പരിഹാരം ഈ പ്രശ്നത്തിനുണ്ടാകണം എന്ന് പറയുന്നു. ഈ കുരങ്ങ് ശല്യം ചില നാടുകളിലുണ്ട്. അതിനെപ്പറ്റി ചില പ്രേക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇത്തരം മേഖലകളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത അവിടെ വസന്തകുമാരി ഇപ്പോൾ എടുത്തു പറയുകയാണ്. അപ്പോൾ പലരും ഈ നിലയിൽ ചില നിർദ്ദേശങ്ങൾ, ചില പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അധികൃതർ ശ്രദ്ധിക്കട്ടെ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുമാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക. എന്തായാലും മനുഷ്യ വന്യമൃഗ സംഘർഷം സംബന്ധിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും കൂടുതൽ വരികയാണ്. അപ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും. ഇപ്പോൾ മലപ്പുറത്തു നിന്നൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നുണ്ട്. മലപ്പുറത്ത് മുന്നിയൂർ കളിയാട്ടമുക്കിൽ തേനീച്ചയുടെ കുത്തേറ്റ് 19 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചാലിൽ സ്കൂളിന് സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. കുത്തേറ്റവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. മലപ്പുറത്തുനിന്ന് വിപിൻ, ഇതിൽ സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും അധികം ഈ തേനീച്ചയുടെ കുത്തേറ്റതെന്ന് തോന്നുന്നു, അല്ലേ? അതേ വിജയകുമാർ, ഇപ്പോൾ കുട്ടികളടക്കം 22 പേർക്ക് കുത്തേറ്റിട്ടുണ്ടെന്നാണ് ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്ന വിവരമുള്ളത്. അപ്പോൾ ഇത് ഈ മുന്നിയൂർ ചാലിൽ സ്കൂളിന് സമീപത്തായിട്ട് വലിയൊരു തേനീച്ചക്കൂട് ഉണ്ടായിരുന്നു. അതിന് ആരെങ്കിലും കല്ലെറിഞ്ഞതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. ഇനി കുട്ടികൾ ആരെങ്കിലും കല്ലെറിഞ്ഞതാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും തേനീച്ചക്കൂട് ഇളകി. ആ ഇളകിയതിലാണ് ഈ കുട്ടികൾക്കൊക്കെ കുത്തേറ്റത്. ഒപ്പം തന്നെ സമീപത്തിലൂടെ ഒരു ബസ് ആ സമയത്ത് പോയിരുന്നു. അപ്പോൾ ബസ്സിലുള്ളവർക്കും കുത്തേറ്റു. അതിൽ ഒരാളുടെ പരിക്ക് മാത്രം അല്പം ഗുരുതരമാണ്. അത് റിട്ടയർഡ് തഹസീൽദാർ ആയിട്ടുള്ള അച്യുതൻ നായരുടെ പരിക്കാണ് ഗുരുതരമായിട്ടുള്ളത്. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബാക്കിയുള്ളവരെല്ലാം തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ്. അതിൽ നിസാര പരിക്കേറ്റവരൊക്കെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശം കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും ഈ മുന്നിയൂർ സ്കൂളിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ്. വിജയകുമാർ. യെസ്, ഇവിടെ ജോസ്വിൻ ചോദിക്കുകയാണ്, ആനയായിട്ടും തേനീച്ചയായിട്ടും ഒന്നും ജീവിക്കാൻ വയ്യല്ലോ എന്നുള്ളത്. കുറച്ചൊക്കെ ശരിയാണ്. പല പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂളിന് സമീപത്ത് ഒരു തേനീച്ചക്കൂട് ഉണ്ടാവുക, ആരെങ്കിലും കുസൃതിക്കോ തമാശനോ ഒക്കെ അതിൽ കല്ലെറിയുക. പാവപ്പെട്ട കുട്ടികളെയാണ് ആ തേനീച്ച കുത്തിയിരിക്കുന്നത്. പ്രായമായവർക്കും കുത്തേറ്റിട്ടുണ്ട്. അതിലൊരാൾക്ക് കുറച്ച് ഗൗരവമുള്ള പരിക്ക്, എന്ന് വെച്ചാൽ ഗൗരവമുള്ള കുത്തേറ്റു എന്ന വിവരം കൂടിയുണ്ട്. വിപിൻ സി വിജയനാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നു. അവിടെ വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന നടക്കുകയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈക്കൂലിയായി അവർ വാങ്ങിയ മദ്യം പിടികൂടി എന്ന വിവരമാണ് വരുന്നത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്നാണോ ഈ അവർ കൈക്കൂലിയായി വാങ്ങിയ മദ്യം പിടികൂടിയത്? അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദൃശ്യങ്ങളിൽ കാണാം മദ്യക്കുപ്പികളടക്കം കൈക്കൂലി മുതൽ. വിജയകുമാർ, പേട്ടയിലുള്ള ബിവറേജസ് ഗോഡൌണിലെ എക്സൈസ് ഓഫീസിൽ നിന്നാണ് ഈ മദ്യക്കുപ്പികൾ പിടിച്ചെടുത്തത്. എക്സൈസ് CI ഉനൈസ് അഹമ്മദ്, പ്രിവന്റീവ് ഓഫീസർ സാബു കുര്യാക്കോസ് ഇവരുടെ പക്കൽ നിന്നാണ് 2 ലിറ്റർ വീതമുള്ള കുപ്പികൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അതായത് ഈ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് മദ്യം കയറ്റി അയക്കുന്ന ഗോഡൌണാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലോഡിന് ഇത്ര മദ്യക്കുപ്പി എന്ന രീതിയിൽ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഡിവൈഎസ്പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഓഫീസിൽ പരിശോധന നടത്തുകയും ഈ കുപ്പികൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള നടപടിയിലേക്ക് വിജിലൻസ് കടക്കുകയാണ്. അതായത് ഒപ്പിന് കുപ്പി എന്ന രീതിയിൽ വിശേഷിപ്പിക്കാം ഈ വിജിലൻസിന്റെ ഈ പരിശോധനയും ഈ പിടികൂടലും എല്ലാം. വിജയകുമാർ. യെസ്, എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അവിടെ അവർ കൈക്കൂലിയായി വാങ്ങിയ മദ്യം പിടികൂടിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. വിജിലൻസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് റാന്നിയിൽ മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിലുണ്ടായ ചെറിയൊരു തർക്കമാണ് ഒരു കൊലപാതകത്തിലേക്ക് ചെന്നെത്തിയത്. പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിലായിരുന്നു അമ്പാടി കൊലക്കേസിന് കാരണമായ ആ തർക്കവും കയ്യാങ്കളിയും നടന്നത്. അതാണ് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. പ്രദേശത്ത് സ്ഥിരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ആക്ഷേപം. ഇവിടെ നിന്ന് മദ്യവിൽപ്പനശാല മാറ്റണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തൊട്ടടുത്ത് CMS കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്.
ഇതാണ് റാന്നി ഇട്ടിയപ്പാറ ബീവറേജിൻ്റെ പാർക്കിംഗ് കേന്ദ്രം. റാന്നി അമ്പാടി കൊലക്കേസിലെ പ്രശ്നങ്ങളുടെ തുടക്കം ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അമ്പാടിയെ അരുങ്കൊല ചെയ്യുന്നതിലേക്ക് എത്തിച്ചത്. മദ്യം വാങ്ങാനെത്തിയവർ തമ്മിൽ ചെറിയൊരു തർക്കം. അത് പിന്നെ മദ്യപിച്ചുള്ള കയ്യാങ്കളിയും വെല്ലുവിളിയുമായി മാറി. ഏറ്റവും ഒടുവിൽ അമ്പാടി സുരേഷ് എന്ന 24-കാരനെ നിഷ്ഠൂരമായി കാറിടിച്ച് കൊലപ്പെടുത്തി. ജനങ്ങൾക്കെന്നും പരാതി മാത്രമേ റാന്നി ഇട്ടിയപ്പാറയിലെ ബീവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാലയെക്കുറിച്ച് പറയാനുള്ളൂ. ഞങ്ങൾക്ക് ക്ലാസ്സിലോട്ട് വരുന്ന സമയത്താണ് ബീവറേജ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് മിക്കവർക്കും ഇങ്ങനെ മോശം അഭിപ്രായങ്ങളും പോകുമ്പോഴത്തേക്കും അസഭ്യങ്ങൾ പറയുന്നതും പുറകെ വരുന്നതും അങ്ങനെ കുറേ പെമ്പിളർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മിക്കവരും ഓട്ടോയ്ക്കാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രൗണ്ടിലാണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. മിക്കവരും വന്ന് കള്ളു കുടിച്ചിരിക്കുക, അവിടെ നിന്ന് കമൻ്റ് അടിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ കോളേജ് നടക്കുന്നത്. തൊട്ടടുത്താണ് റാന്നിയിലെ പ്രസിദ്ധമായ CMS കോളേജ്. ഇനി കോളേജിന് മുൻപിൽ ഇന്ന് നടന്ന പരസ്യ മദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ കാണുക. ഇത്തരം സംഭവങ്ങൾ ഇവിടെ പതിവാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മദ്യവിൽപ്പനശാലയ്ക്ക് തൊട്ടപ്പുറത്ത് റോഡരികിലടക്കം മദ്യലഹരിയിൽ ആളുകൾ കിടക്കുന്നതും പതിവാണത്രേ. വഴിയാത്രക്കാരും കച്ചവടക്കാരും അടക്കം നാട്ടുകാരെ വലയ്ക്കുന്ന ഗതാഗതക്കുരുക്കും മേഖലയിൽ പതിവാണ്. എല്ലാ ദിവസവും മിക്ക സമയങ്ങളിലും പോലീസിനെ ഇവിടെ കാവൽ നിർത്തേണ്ട അവസ്ഥയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നാട്ടുകാരും കോളേജ് വിദ്യാർത്ഥികളും അടക്കം പറയുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. റാന്നിയിലെ CMS കോളേജിന് മുന്നിലെ പരസ്യ മദ്യപാനം ആ കോളേജിലെ കുട്ടികളാണെന്ന് തോന്നുന്നു. അവരത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ ഇരുന്ന് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ അപ്പുറത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. വാഹനമെടുത്ത് പോകുന്ന ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും അത്തരം ചില നടപടികൾ, ചില ഇടപെടലുകൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റ് അവിടെ നിന്ന് മാറ്റണം എന്ന് അവിടുത്തെ നാട്ടുകാർ, വിദ്യാർത്ഥികളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് ഉണ്ടാകുമോ എന്നറിയില്ല. ആമിന എസ് ചോദിക്കുകയാണ്, എന്നെങ്കിലും ഒരു ദിവസം മുഴുവൻ നല്ല വാർത്തകളും മാത്രമായ ഒരു ദിവസം ഉണ്ടാകുമോ എന്ന്. അത് ആ ചോദ്യമായി അവശേഷിക്കുന്നു. കന്റോൺമെന്റ് ഹൗസിൽ മരം മുറിക്കുന്നതിനിടെ 48-കാരന്റെ കൈ കുടുങ്ങി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാധാകൃഷ്ണനാണ് അപകടത്തിൽപ്പെട്ടത്. മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിൽ കൈ കുടുങ്ങുകയായിരുന്നു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ജിയോമാർ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും 2:30 ഇടയിലായിരുന്നു ഈ അപകടമുണ്ടായതും അതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന സാഹസികമായി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. കന്റോൺമെന്റ് ഹൗസിൽ ഒറ്റ ശിഖരം മാത്രം ഉണ്ടായിരുന്ന വലിയ 70 അടി ഉയരത്തിലും 15 അടി നീളത്തിലുമുള്ള ഒരു ആൽമരത്തിന്റെ കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൊമ്പ് മുറിക്കുന്നതിനിടയിലാണ് തൊട്ടപ്പുറത്തുള്ള 135 ഇഞ്ച് വണ്ണമുള്ള ആഞ്ഞിലി മരത്തിന്റെയും ആൽമരത്തിന്റെയും ശിഖരങ്ങൾക്കിടയിൽ പുളിമൂട് സ്വദേശിയായ രാധാകൃഷ്ണന്റെ കൈ കുടുങ്ങിയത്. ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ അംഗങ്ങൾ അവിടേക്ക് എത്തി. അതിനുശേഷം ആ മരത്തിൽ അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഏണി പൂർണ്ണമായും മരത്തിൽ കാരിവെച്ച് കയറിയിട്ടും അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം സേനാംഗങ്ങളിലായ 3 പേർ കുറച്ചുകൂടി മരത്തിന് മുകളിലേക്ക് കയറി. അതിനുശേഷം അവശനായ രാധാകൃഷ്ണനെ കയറുകൊണ്ട് വടം കൊണ്ട് കെട്ടി നിർത്തിയതിനു ശേഷം മരത്തിനോട് ചേർത്ത് നിർത്തി അപകടത്തിൽപ്പെടാതെ ഈ കൊമ്പ് മുറിച്ച് ശിഖരം മുറിച്ച് കൈ രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവശനായ രാധാകൃഷ്ണനെ പിന്നീട് സുരക്ഷിതമായി താഴെ ഇറക്കുകയും ചെയ്തു. റോപ്പ് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഒരു നെറ്റിനകത്താക്കി വലയ്ക്കുള്ളിലാക്കി ഇദ്ദേഹത്തെ താഴേക്ക് ഇറക്കിയത്. താഴേക്ക് ഇറക്കുന്നത് വരെയും പ്രതിപക്ഷ നേതാവും ഈ കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് സംഘവും ഈ സ്ഥലത്തുണ്ടായിരുന്നു. വലിയ സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനമാണ് അതിമുതൽ അവസാനം വരെയും നടന്നത്. അതിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിച്ച് അവരെ ഹാരവും അണിയിച്ചതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മറ്റ് പരിപാടികളിലേക്കും പോയത്. വിജയകുമാർ, എന്തായാലും ഫയർഫോഴ്സ് എത്തി കുറച്ച് സാഹസികമായി തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരെ കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്ന അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.
മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ഹോസ്ദുർഗിലെ കൈറ്റ് ബീച്ച് പാർക്ക് നാശത്തിന്റെ വക്കിൽ. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച പാർക്ക് ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ്. മയക്കുമരുന്ന് മാഫിയയുടെ ഇടത്താവളമായി പാർക്ക് ഇന്ന് മാറിക്കഴിഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പ് 1.25 കോടി രൂപ ചെലവഴിച്ചാണ് ഹോസ്ദുർഗിലെ കൈറ്റ് ബീച്ച് പാർക്ക് നിർമ്മിച്ചത്. ജില്ലയിലെ തീരദേശ മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുകയായിരുന്നു ടൂറിസം വകുപ്പിൻ്റെ പ്രധാന ലക്ഷ്യം. പക്ഷേ ഈ പാർക്കിൻ്റെ അവസ്ഥ ഇന്നിതാണ്. ജില്ലയിലെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് കൈറ്റ് ബീച്ച് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ പാർക്കിന് കഴിയുമെന്നായിരുന്നു മന്ത്രിയുടെ അന്നത്തെ ഉറപ്പ്. ടൂറിസം വകുപ്പ് 1.25 കോടി രൂപ മുടക്കിയാണ് പാർക്ക് നിർമ്മിച്ചത്. പക്ഷേ പാർക്കിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി കൈറ്റ് ബീച്ച് പാർക്ക് മാറി. ഉദ്ഘാടന ശേഷം കുറച്ചുനാൾ മാത്രം പ്രവർത്തിപ്പിച്ച പാർക്കിലെ കടകൾ പിന്നീട് അടച്ചുപൂട്ടി. BRDCയിലും ജില്ലാ ടൂറിസം വകുപ്പിലും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലും ഇതേക്കുറിച്ച് അന്വേഷിച്ചാലും ആർക്കും കൃത്യമായ മറുപടിയില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ കൂരാകൂരിട്ടാണ്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് മുഴുവൻ സോളാർ ലൈറ്റുകളാണ്. ഒരു ലൈറ്റ് പോലും ഇതിൻ്റെ അകത്ത് കത്തുന്നില്ല. നഗരസഭയോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടേതല്ല, ടൂറിസം വകുപ്പിൻ്റെ മേധാവികളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ ആധികാരികമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ആർക്കും വേണ്ടാതെ കിടക്കുന്ന പാർക്ക് ഏറ്റെടുത്ത് നടത്താൻ കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറാണ്. പക്ഷേ അതിനുള്ള അനുമതിയും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഞങ്ങൾക്ക് പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾക്ക് കുടുംബശ്രീക്ക് തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്നത്. അതായത് പ്രാരംഭഘട്ടത്തിൽ ഇതിൽ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. കുറേ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അതെല്ലാം കുടുംബശ്രീക്കാരാണ് ഭാരികം പിടിക്കുക ഇതെല്ലാം ചെയ്തത്. പക്ഷേ പാർക്കിൻ്റെ പണിയെല്ലാം പൂർത്തിയായി പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പം കുടുംബശ്രീക്കാർക്ക് ഒരു പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. കുട്ടികൾക്കുള്ള കളിസ്ഥലം, ഫുഡ് കോർട്ട്, ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ, ഇരിപ്പിടങ്ങൾ, സെൽഫി പോയിന്റുകൾ, സുവനീർ ഷോപ്പ് എന്നിവ പാർക്കിലുണ്ട്. എന്നാൽ ശുചിമുറികൾ ഉൾപ്പെടെ അടച്ചുപൂട്ടിയ നിലയിലാണ്. ഇതെല്ലാം എന്ന് തുറക്കുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. സായാഹ്നങ്ങൾ ആസ്വദിക്കാനും സൂര്യാസ്തമയം കാണാനുമായി നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവരെ സ്വീകരിക്കാനൊരുക്കിയ പാർക്ക് മയക്കുമരുന്ന് മാഫിയയുടെ ഇടത്താവളമായി മാറിയിരിക്കുന്നു. സംസ്ഥാന ഖജനാവിനുണ്ടാക്കിയ നഷ്ടത്തിന് മറുപടി പറയേണ്ടത് ജില്ലാ ടൂറിസം വകുപ്പാണ്. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ നമ്മൾ റാന്നിയിലെ ബെപ്കോ ഔട്ട്ലെറ്റിനെ പറ്റി റിപ്പോർട്ട് നൽകിയപ്പോൾ അതിൽ CMS കോളേജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രേക്ഷകരിൽ ചിലർ ചോദിക്കുന്നുണ്ട്, രാജൻ മാത്യു ചോദിക്കുന്നുണ്ട്, ഈ റാന്നിയിൽ CMS കോളേജ് എവിടെയാണെന്ന്. റാന്നിയിൽ CMS കോളേജ് അല്ലായിരുന്നു, അത് സെൻറ് തോമസ് കോളേജാണ്. നമ്മുടെ റിപ്പോർട്ടിൽ CMS കോളേജ് എന്ന് വന്നതാണ്, അത് ഒരു പിഴവാണ്. സെൻറ് തോമസ് കോളേജാണ് ആ ബെപ്കോ ഔട്ട്ലെറ്റിന് സമീപത്തുള്ളത്. സെൻറ് തോമസ് കോളേജാണ്. അത് ചൂണ്ടിക്കാട്ടിയതിന് നന്ദി. നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തപ്പോഴാണ് ചെറിയ പിശക് സംഭവിച്ച കാര്യം കണ്ടെത്തിയത്. ഈ രവികുമാർ ചോദിക്കുകയാണ്, ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നാട്ടിൽ വ്യാജമദ്യം ഇറങ്ങാൻ സാധ്യതയുണ്ടോ? നമ്മളുടെ നാട്ടിലെ ഈ ഉത്സവകാലങ്ങളൊക്കെ ആ സമയത്തൊക്കെ വ്യാജമദ്യ ഭീഷണിയുണ്ട്. അത് തടയാൻ, അത് പ്രതിരോധിക്കാൻ എക്സൈസും പോലീസും ഒക്കെ സംയുക്തമായ പരിശോധനയും നടത്തുന്നുണ്ട്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്തും ഉറപ്പായും അത്തരം പരിശോധനകൾ ഉണ്ടാകും. ഇനി നമ്മളിപ്പോൾ കണ്ട റിപ്പോർട്ടിലെ ചില പ്രതികരണങ്ങളിലേക്ക്. കൂടുതൽ സഞ്ചാരികളെ അവിടെ ആകർഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബീച്ച് പാർക്ക് നാടിന് സമർപ്പിച്ചത്. ഏതാണ്ട് 1.5 കോടി രൂപ മുതൽ മുടക്കിയാണ് ആ പാർക്ക് അവിടെ സ്ഥാപിച്ചത്. അത് നാശത്തിന്റെ വക്കിലാണ് ഇപ്പോൾ. കുടുംബശ്രീ പ്രവർത്തകർ ആ പാർക്ക് ഏറ്റെടുത്ത് നടത്താം എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരതിന് തയ്യാറാണ് എന്നും അറിയിച്ചു. പക്ഷേ ഇതുവരെ അതിന് അനുമതി കിട്ടിയിട്ടില്ല. ചില പ്രതികരണങ്ങൾ കൂടി കാണും. ഇപ്പോൾ ആൾക്കാർ വരാറില്ല, കാരണം ഇവിടെ വരാനുള്ള സൗകര്യമില്ല. കാരണം പട്ടികളും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ടോയ്ലറ്റ് സംവിധാനമുണ്ട്. ടോയ്ലറ്റ് സംവിധാനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല, കാരണം ടോയ്ലറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റ് പൂട്ടിയിട്ടാണുള്ളത്. വരുന്ന പൊതുജനങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ വേണ്ടി പോലും സൗകര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള പൊതുജനങ്ങൾ ഇത് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമുക്ക് അവസരം ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നടത്തുമായിരുന്നു എന്ന്. കുടുംബശ്രീക്കാർ കുറേ പ്രാവശ്യം ഞങ്ങൾ മുനിസിപ്പാലിറ്റി പോയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ CDSൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല.
നമ്മളിനി പോകുന്ന വയനാട്ടിലേക്കാണ്. അവിടെ നൂൽപ്പുഴ മൂക്കുത്തിക്കുന്നിൽ സ്വയം സന്നദ്ധവാസ പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ ഭൂമി പരിശോധനയ്ക്കെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പദ്ധതിയെ എതിർക്കുന്നവർ. വാർഡ് മെമ്പർ അടക്കമുള്ളവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ആദിവാസികളടക്കം ഭൂരിഭാഗം പേരും പദ്ധതിയെ എതിർക്കുകയാണ്. അതേസമയം സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ച 52 കുടുംബങ്ങൾ വനം വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. നൂൽപ്പുഴ മൂക്കുത്തിക്കുന്നിൽ ഭൂമി അളക്കാനായി ഉദ്യോഗസ്ഥരെത്തിയത് ഇന്ന് രാവിലെ. തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ ഉദ്യോഗസ്ഥരുടെ പിന്മാറ്റം. നൂൽപ്പുഴ പഞ്ചായത്തിലെ മൂക്കുത്തിക്കുന്ന വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ കാലങ്ങളായി അധിവസിക്കുന്ന മനുഷ്യരുണ്ട്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. ഒന്നും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇവിടേക്കാണ് വനം വകുപ്പ് റീബിൽഡ് കേരളയുടെ ഭാഗമായി സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി മുന്നോട്ട് വെച്ചത്. ഇവിടെയുള്ള ജനിച്ച് വളർന്ന ആളുകൾക്ക് ഇത് ഒരു തരത്തിലും ഇവിടുന്ന് ഇത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയില്ല. എല്ലാവർക്കും ആശങ്കയാണ്. ഇത് ശരിക്കും ഒരു അശാസ്ത്രീയമായ ഒരു പദ്ധതിയാണ്. എവിടെയും പരിശോധിക്കാതെ ഈ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് ഒരു കൃഷിക്കാരൻ്റെ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് 5 സെന്റ് മാത്രമുള്ള ആളുകളെയാണ് തെരഞ്ഞെടുത്ത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് ഒരിക്കലും നടപ്പിലാക്കാൻ വേണ്ടി ഇവിടെ കഴിയില്ല. 5 സെന്റ് ഭൂമിയുള്ളവനും 5 ഏക്കർ ഭൂമിയുള്ളവർക്കും ലഭിക്കുക ഒരേ നഷ്ടപരിഹാരം എന്നതാണ് ഈ പദ്ധതിക്കെതിരായ വിമർശനത്തിന്റെ പ്രധാന കാരണം. 15 ലക്ഷം രൂപയാണ് ലഭിക്കുക. ഇതടക്കം ഒട്ടനവധി അശാസ്ത്രീയത ഈ പദ്ധതിയിൽ ഉണ്ടെന്നാണ് ആക്ഷേപം. മൂക്കുത്തിക്കുന്നിൽ ഭൂരിഭാഗം പേരും സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയോട് എതിർപ്പുള്ളവരാണ്. ഞങ്ങൾ ആരും ഒഴിഞ്ഞു പോകാൻ റെഡിയുള്ള ആൾക്കാരല്ല. ഈ ഭൂമി വാങ്ങിയിട്ടവരെ അപേക്ഷകൾ പരിഗണിച്ച് മാത്രമാണ് ഇതിപ്പോൾ ഒഴിപ്പിക്കൽ. 34ഓളം ഭൂമി വാങ്ങിയിട്ടവരും 21ഓളം ഇവിടെ താമസിക്കുന്ന പുറമേ നിന്ന് വന്ന ആൾക്കാരാണ്. ആ താമസിക്കുന്നവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ പദ്ധതിക്ക് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ നിർബന്ധിത ഒഴിപ്പിക്കൽ നിർബന്ധം അല്ല എന്ന് പറയുമ്പോഴും അവരെ ഇടയിൽ നിന്ന് ഒഴിപ്പിക്കുമ്പോൾ അവിടെ വന്യമൃഗശല്യം ആവുകയും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാകുകയും ഞങ്ങൾക്ക് തനിയെ ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. 52 കുടുംബങ്ങളാണ് പദ്ധതിക്ക് അനുകൂലമായി നിലപാടെടുത്തത്. മേഖലയിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിയെന്നാണ് ഇവർ പറയുന്നത്. നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ ഇവരും വിയോജിപ്പ് അറിയിക്കുന്നുണ്ട്. ആരെയും കുടിയൊഴിപ്പിക്കുന്നൊന്നുമില്ല. ഇത് ഞങ്ങൾ സ്വമേധയാ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഈ പാക്കേജ് മതി എന്നുള്ള അവകാശം മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുകൊടുത്ത് സമർപ്പിച്ച് രേഖകൾ കൊടുത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അത് സംരക്ഷിക്കുക, പോകുന്നവരുടെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. പോകാത്തവർക്ക് ഭൂമി കൂടുതലുള്ളവർക്ക് ഭൂമിക്ക് നല്ല മര്യാദ വില കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് അവർക്ക് ഭൂമിക്ക് ഒരു പാക്കേജ് സർക്കാർ വെച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ കുറ്റമല്ല. ഭൂമി അളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞതോടെ സംഘം മടങ്ങിപ്പോവുകയായിരുന്നു. പദ്ധതി നടപ്പാക്കിയാൽ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളെ വനം വകുപ്പ് തടസ്സപ്പെടുത്തുമെന്നും വനവൽക്കരണം വഴി വന്യമൃഗശല്യം രൂക്ഷമാകും എന്നുമാണ് പ്രദേശവാസികളുടെ ആശങ്ക. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിലെ പൊരുത്തക്കേടുകളാണ് മൂക്കുത്തിക്കുന്നുകാർ ചോദ്യം ചെയ്യുന്നത്. പദ്ധതിയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഇവിടെയുണ്ട്. നിലവിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സാഹചര്യത്തിൽ ഇനി വനം വകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്തെന്ന് കണ്ടറിയണം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഈ പദ്ധതിയിലെ പൊരുത്തക്കേടുകളാണ് പ്രദേശവാസികൾ ചോദ്യം ചെയ്യുന്നത്. മുക്കുത്തിക്കുന്നിൽ പദ്ധതി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലം MLA IC ബാലകൃഷ്ണൻ സാറ് ഞങ്ങൾ വഞ്ചിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് സ്പീഡാക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ MLAക്ക് എന്താണ് മെച്ചം, UDF കമ്മിറ്റിക്ക് എന്താണ് മെച്ചം ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾ പോകാൻ റെഡിയില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ നിർബന്ധിത ഒഴിപ്പിക്കൽ നിർബന്ധം അല്ല എന്ന് പറയുമ്പോഴും അവരെ ഇടയിൽ നിന്ന് ഒഴിപ്പിക്കുമ്പോൾ അവിടെ വന്യമൃഗശല്യം ആവുകയും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. ഞങ്ങൾക്ക് തനിയെ ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ 5 സെൻറ്റും 10 സെൻറ്റും സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ പോവുകയാണെങ്കിലും നമുക്കതിൽ കാടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കുറച്ചായി കഴിഞ്ഞാൽ മറ്റവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പോകാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇവിടം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനും പറ്റില്ല. ഞങ്ങളിനി ഒരു കാരണവശാലും ഈ മണ്ണിൽ നിന്ന് പോകാൻ തയ്യാറല്ല. അനുകൂലിക്കുന്നു പറയുന്നതല്ല, ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷി ചെയ്താൽ മുഴുവൻ വന്യമൃഗങ്ങൾ വന്ന് കൊണ്ടുപോവുകയാണ്. പിന്നെ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല. എല്ലാം കൊണ്ട് ശല്യമാണ്. അധികം സ്ഥലമൊന്നുമില്ല, 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. നമുക്കൊക്കെ സ്കൂളിൽ പോകാനും ബുദ്ധിമുട്ടാണ്. എല്ലാം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കമ്പിയിട്ടിരിക്കുക.
അപ്പോൾ അതാണ് അവിടുത്തെ നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. നമ്മൾ വയനാട്ടിൽ നിന്ന് നേരെ കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലം നഗരത്തിൽ കൂണുപോലെ മുളച്ചു പൊന്തുകയാണ് അനധികൃത തെരുവോര കച്ചവട കേന്ദ്രങ്ങൾ. കൊല്ലം കോർപ്പറേഷന്റെ പുനരധിവാസ പദ്ധതിയും എങ്ങും എത്തിയിട്ടില്ല. കാൽനട യാത്രക്കാർക്കും വാഹന പാർക്കിങ്ങും എല്ലാം ദുഷ്കരമാക്കി അനധികൃത കയ്യേറ്റങ്ങളും നഗരത്തിൽ കൂടുകയാണ്. കോർപ്പറേഷൻ ഭരണാധികാരികളെ പോലും നോക്കുകുത്തിയാക്കിയാണ് നഗരത്തിൽ കൂണുപോലെ തെരുവ് കച്ചവടങ്ങൾ മുളച്ചു പൊന്തുന്നത്. വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നാണ് 2014 കേന്ദ്ര നിയമം. വർഷങ്ങളായി തെരുവോരത്ത് കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നവരുടെ പട്ടിക തയ്യാറാക്കി ലൈസൻസ് നൽകാൻ കൊല്ലം കോർപ്പറേഷൻ നടപടി തുടങ്ങിയതോടെയാണ് വ്യാപകമായി കടകൾ സ്ഥാപിച്ചത്. വെൻഡിങ് കമ്മിറ്റി നിലവിൽ വന്ന അത് കൊല്ലം കോർപ്പറേഷനിലാണ്. അതിൻ്റെ ഫലമായിട്ട് ഉടൻ തന്നെ അതിൻ്റെ വെൻഡിങ് സോൺ പ്രഖ്യാപിക്കും. തെരുവ് കച്ചവടക്കാരുടെ പ്രതിനിധികളും ട്രേഡ് യൂണിയൻ സംഘടനയുടെ പ്രതിനിധികളുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കോർപ്പറേഷനിൽ അംഗീകാരം നേടിയിട്ടുള്ള 1400ഓളം തെരുവ് കച്ചവടക്കാരുണ്ട്. അവർക്ക് മതിയായ രീതിയിലുള്ള പരിരക്ഷ നൽകി അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ബാധ്യത. കൊല്ലം ലിങ്ക് റോഡിൽ 5ലധികം തെരുവോര കച്ചവടങ്ങൾ നടത്തുന്നത് ഒരാൾ തന്നെയെന്നാണ് അടുത്തിടെ കണ്ടെത്തിയത്. അംഗീകൃത കടകൾ സ്ഥാപിച്ച് അനധികൃതമായി റോഡിലേക്ക് ഇറക്കി വിപുലപ്പെടുത്തുകയാണ് ഇവരുടെ രീതി. കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അംഗീകൃത തെരുവ് കച്ചവടക്കാരുടെ 10 മടങ്ങാണ് അനധികൃത കച്ചവടങ്ങളെന്നും കോർപ്പറേഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൊല്ലത്ത് ഇന്ന് കാണുന്ന ഭീകരമായ രീതിയിലുള്ള തെരുവ് കച്ചവടത്തിൻ്റെ അതിപ്രസരം ഇല്ലാതാക്കുവാനും സോണലിൽ കേന്ദ്രമാക്കി ഓരോ ഇനം തിരിച്ച് ഇത് നടത്തുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതാണ്. തെരുവ് കച്ചവടക്കാരിൽ ചിലർ പല കടകളുടെയും ഉടമകളാണ്. ഉപജീവനത്തിന് വേണ്ടി കച്ചവടം നടത്തുന്നവർ ഉണ്ടെങ്കിലും ചിലർ ഒന്നിലധികം കടകൾ സ്ഥാപിച്ച വാടകയ്ക്ക് നൽകുകയോ ബിനാമികളെ ഉപയോഗിച്ച് കച്ചവടം നടത്തുകയാണ് പതിവ്. ഇതിലൂടെ സ്ഥലത്തിന് വാടക പോലും കൊടുക്കേണ്ടാത്ത സ്ഥിതി. നമുക്കിപ്പോൾ പോകുമ്പം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ റോഡ് ഇപ്പോൾ 3-4 വണ്ടി ഒരുമിച്ച് പോകുകയാണെങ്കിൽ അവിടെ ബ്ലോക്കാണ്. കോർപ്പറേഷൻ നടപടിയെടുക്കേണ്ടതാണ്, എടുക്കുന്നില്ല. അർഹതപ്പെട്ട തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ കോർപ്പറേഷൻ പദ്ധതി തയ്യാറാക്കി ഇതിനുള്ള സ്ഥലവും കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം പലതവണ പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. നിയമാനുസൃതമായി കൊല്ലം നഗരത്തിൽ കച്ചവടം നടത്തുന്നവർ ധാരാളമുണ്ട്. പക്ഷേ അവരുടെ 4 ഇരട്ടിയാണ് അനധികൃതമായി കച്ചവടം നടത്തുന്നവർ. ബിനാമി ഇടപാട് പോലും ഇത്തരം കച്ചവടങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണ് കോർപ്പറേഷന്റെ കണ്ടെത്തൽ. നടപടിയെടുക്കേണ്ടതും കോർപ്പറേഷനാണ്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. രാജസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിൽ പൊട്ടിത്തെറി, 2 സൈനികർക്ക് വീരമൃത്യു. ടാങ്കിലേക്ക് വെടിമരുന്ന് നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബിക്കാനീറിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ പരിശീലനത്തിനിടെയാണ് അപകടമുണ്ടായത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന. ബൽറാം, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? 2 സൈനികർക്ക് വീരമൃത്യു എന്നാണല്ലോ റിപ്പോർട്ടിൽ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് രാജസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിൽ ഈ ദാരുണമായ അപകടമുണ്ടാവുകയും 2 സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തത്. പതിവ് പരിശീലനം നടക്കുന്നതിനിടെയാണ് അപകടം. രാജസ്ഥാനിലെ ബിക്കാനീറിലെ മഹാജാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് അപകടമുണ്ടായത്. ടാങ്കിലേക്ക് വെടിമരുന്ന് നിറയ്ക്കുന്നതിനിടെ ചാർജർ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായത്. 2 സൈനികർ ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ വീരമൃത്യു വരിച്ചു. 1 സൈനികന് പരിക്കേറ്റിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഡിയോറയിൽ നിന്നുള്ള അശുതോഷ് മിശ്ര, ഒപ്പം തന്നെ രാജസ്ഥാനിലെ ദൗസ സ്വദേശിയായ ജിതേന്ദ്ര എന്നിവരാണ് വീരമൃത്യു വരിച്ച സൈനികർ. പരിക്കേറ്റ സൈനികനെ ഉടൻ തന്നെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ ചണ്ഡീഗഡിലേക്കാണ് എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഉണ്ടാകുന്ന 2ാമത്തെ അപകടമാണ് ഇത്. കഴിഞ്ഞ ദിവസം നേരത്തെ ഉണ്ടായ അപകടത്തിൽ ഈ ടാങ്ക് പിന്നിലേക്ക് തെന്നി വീണാണ് ഒരു സൈനികൻ വീരമൃത്യു വരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അപകടം സംബന്ധിച്ച് സൈന്യം ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജയകുമാർ. ബിക്കാനീറിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ പരിശീലനത്തിനിടെയാണ് അപകടമുണ്ടായത്. 2 സൈനികർക്ക് വീരമൃത്യു, പരിക്കേറ്റവരുമുണ്ട്. അപ്പോൾ സേനാ വിഭാഗങ്ങൾ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.
ജനകീയ വാർത്താ മണിക്കൂർ പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.